നല്ല ചൂട് അപ്പത്തിന്റെയും ഇടിയപ്പത്തിന്റെയും ചോറിന്റെയും ഒക്കെ കൂടെ ബെസ്റ്റ് സൈഡ് ഡിഷ് ആയിട്ട് കഴിക്കാൻ പറ്റാവുന്ന നല്ല കുറുകിയ ചാറോട് കൂടി വന്നിട്ടുള്ള കടലക്കറിയുടെ റെസിപ്പി കേട്ടോ ഇന്നത്തേത്. അപ്പൊ നിങ്ങൾ കടലക്കറി വെക്കുമ്പോൾ ദാ ഇതുപോലെയല്ല ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു തവണ ഇതുപോലെ കൂടി ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ മിസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കി കമന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കുക. കണ്ടു നോക്കിയാലോ എങ്ങനെ നമ്മുടെ റെസിപ്പി ചെയ്തെടുക്കുന്നതെന്ന്. ഇപ്പൊ നമ്മുടെ കറി റെഡിയാക്കാനായിട്ട് കടല നന്നായിട്ട് കഴുകി തലേന്ന് തന്നെ വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിരുന്നതാണ്. നല്ലോണം തന്നെ കുതിർന്ന് ശരിക്കും വീർത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനെ തലേന്ന് വെള്ളത്തിലുള്ള മറന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ കടല നന്നായിട്ട് കഴുകി നമ്മുടെ കാസ്ട്രോളിലേക്ക് മാറ്റിയിട്ട് തിളച്ച വെള്ളം ഒഴിച്ച് നല്ലോണം അടച്ച് ഒരു 2 മണിക്കൂർ വെച്ചിരുന്നാലും മതിയാവും. കടല നന്നായിട്ട് വീർത്ത് വരുവേ. ഇനിയപ്പോൾ കുതിർന്ന് വന്ന നമ്മുടെ കടല കുക്കറിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അതേ വെള്ളം തന്നെയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. കുതിരാൻ വെച്ചാൽ അതേ വെള്ളം തന്നെയാണ് ഒഴിക്കുന്നത്. വെള്ളം കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടി ചേർത്ത് കൊടുത്താൽ മതി. മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവാള ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തും അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നുകൂടി മിക്സ് ചെയ്ത് കുക്കർ അടച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 4 വിസിലാണ് ഈ കേൾപ്പിച്ചെടുക്കുന്നത്. ഒരു 4 വിസിൽ കേൾപ്പിക്കുമ്പോഴേക്കും കടലയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് വരും. കണ്ടോ കടലയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. വലിയ ചൂട് ഒന്ന് ആറിക്കഴിഞ്ഞപ്പോൾ കുറച്ചെടുത്ത് ഒരു 2 വലിയ തവി കടല എടുത്ത് മിക്സർ ജാറിലേക്ക് മാറ്റി കുറച്ചും കൂടി വെള്ളം ചേർത്ത് നല്ലോണം തന്നെ ഒന്നും കൂടെ അരച്ചെടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ കടല അരച്ചെടുത്ത് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കറിക്ക് കുറച്ചും കൂടി കൊഴുപ്പ് കിട്ടും. തേങ്ങാപ്പാൽ ചേർക്കാതെ തന്നെ കുറച്ചും കൂടി കൊഴുപ്പ് കിട്ടാൻ ഇതേപോലെ ഒന്നും കൂടെ അരച്ചെടുത്ത് ചേർത്താൽ മതി. ഒരുപാടൊന്നും വേണ്ട, ഒരു 2 വലിയ കയ്യിൽ അത്ര മാത്രം മതി കേട്ടോ. മിക്സിയുടെ ജാറിലേക്ക് മാറ്റുന്ന കടലേക്ക് ഒരുപാട് തിളച്ച് ചൂടുണ്ടാവാൻ പാടില്ല, അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇതിപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നതിലേക്ക് കടുക് പൊട്ടിച്ച് അതേപോലെ തന്നെ 2 വറ്റൽമുളകും കുറച്ച് കുഞ്ഞുള്ളി നല്ലോണം തന്നെ ചതച്ചെടുത്തതും വെളുത്തുള്ളി ചതച്ചെടുത്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുഞ്ഞുള്ളി ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 8-10 ഒക്കെ എടുക്കുക, ഇല്ല വലിയതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 4-5 വരെയൊക്കെ എടുത്താൽ മതി. നല്ലോണം തന്നെ പച്ചമണം ശരിക്കും ഒന്ന് മാറി വരുമ്പോൾ ഇതിനകത്തേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ എരിവിന് വേണ്ടി ഒരു 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പച്ചമുളക് ചേർക്കുമ്പോൾ എരിവൊക്കെ ഒന്ന് നോക്കണം. മാത്രമല്ല നമ്മൾ മുളക് പൊടി ചേർക്കാൻ നേരത്തും കൂടി എരിവൊന്ന് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ശരിക്കും വഴറ്റി ഉള്ളിയുടെയൊക്കെ ആണെന്നുണ്ടെങ്കിലും പച്ചമണമൊക്കെ നല്ലോണം തന്നെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. പൊടികളായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. കാശ്മീരി വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിന്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നും കൂടി മിക്സ് ചെയ്ത് ശരിക്കും പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴാണ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ആ വെള്ളത്തെ പാടെ തന്നെ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നും കൂടി മിക്സ് ചെയ്ത് നല്ലോണം പഴുത്ത ഒരു തക്കാളിയും കൂടി ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു പുളിയൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തക്കാളി ചേർത്ത് കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ തക്കാളി ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, ആ അരപ്പ് മുഴുവൻ ഇതേപോലെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് ഗ്രേവിക്ക് എത്രത്തോളം വെള്ളം വേണോ അതും കൂടി നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാവേ. നമ്മുടെ ഈ കറി കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം തന്നെ വെള്ളം ചേർക്കാം, ഇല്ല കുറച്ച് കട്ടിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം ചേർത്താൽ മതി. അതൊന്ന് നോക്കി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നും കൂടി തിളച്ച് ശരിക്കും ഒന്നും കൂടി സെറ്റായി വരണം. ഇതുപോലെ നമ്മുടെ കടലയും അതേപോലെ തന്നെ മസാലയും എല്ലാമായിട്ട് നന്നായിട്ട് തന്നെ ഒന്നും കൂടി യോജിച്ച് തക്കാളിയൊക്കെ ആണെന്നുണ്ടെങ്കിലും ശരിക്കും ഒന്നും കൂടി വെന്തുടഞ്ഞ് വരുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റായിട്ട് ഇതിനകത്തേക്ക് ഒരു 1/2 കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാലും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കട്ടി തേങ്ങാപ്പാൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കടലക്കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടാവും. ഒരുപാടൊന്നും വേണ്ട, 1-ാം പാല് 2-ാം പാല് അങ്ങനെയൊന്നും വേണ്ട, ഒറ്റപ്പാല് മാത്രം മതി. ഇനിയിപ്പോൾ നന്നായിട്ട് ചൂടായി ഗ്യാസ് ഓഫ് ആവുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും അതേപോലെ തന്നെ ഉപ്പ് നോക്കുക, കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നും കൂടി മിക്സായി ശരിക്കും ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല അടിപൊളി ടേസ്റ്റിലുള്ള കടലക്കറിയാണ്. എല്ലാവരും മിസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഒന്നും കൂടി തണുത്ത് കഴിയുമ്പോൾ ശരിക്കും കുറുകി വരും. ചെറിയൊരു തിള വന്നിട്ടുണ്ട്, ഇത്രയും മതി, നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. നമ്മുടെ കടലയും ആ മസാലയും എല്ലാമായിട്ട് നന്നായിട്ട് തന്നെ യോജിച്ച് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ചൂട് അപ്പത്തിൻ്റെയും ചോറിൻ്റെയും അതേപോലെ തന്നെ നല്ല ഇടിയപ്പത്തിൻ്റെയും ഒക്കെ കൂടെ ബെസ്റ്റ് സൈഡ് ഡിഷാണ്. തണുത്ത് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി കട്ടിയായിട്ട് വന്നിട്ടില്ലേ. ഇതിപ്പോൾ ശരിക്കും തണുത്തിട്ടില്ല, വലിയ ചൂട് ഒന്ന് ആറി വന്നതേ ഉള്ളൂ. അപ്പോഴേക്കും ഈ ഒരു പരുവത്തിൽ ഒന്നും കൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. എല്ലാവരും മിസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കി അടിപൊളിയായിട്ട് ഇരുന്ന് കഴിക്കുക. കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ റെസിപ്പിയൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും, ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. നമുക്കപ്പോൾ ഇതേപോലുള്ള പുതിയ അടിപൊളി വീഡിയോസും റെസിപ്പീസും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുക.
ബൈ.